ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണായ ഏതാണ് മെൻഡിങ് വാളാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഒരു പോയം, ഒരു കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ മെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെയാണ് ഇവിടെ റിപ്പയർ ചെയ്യുന്നത്? വാൾ, മതിലിനെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേഷനിലോട്ട് പോവാം. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ് and spills the upper boulders in the sun and makes gaps even two can pass abreast. എവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ വെച്ച് പറയുന്നതായിരിക്കും ഈസി. എവിടെ ഒരു മതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? സോ എവിടെ പൊയറ്റും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നെയ്ബറും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് കേട്ടോ കവിതയിൽ പറയുന്നത്. പൊയറ്റും ഉണ്ട്, നെയ്ബറും ഉണ്ട്. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീൻ്റെ ഇടയിലായിട്ട് ഒരു മതിൽ നിൽക്കുന്നുണ്ട്. ഈ മതിലിനെ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ പോയം പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിൽ എല്ലായ്പ്പോഴും എന്ത് ചെയ്തിരിക്കും? ഇതിലെ ഈ കല്ലുകൾ, ഇത് മുന്നത്തെ കാലത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ സിമൻറ്റ് കൊണ്ടൊന്നും വെച്ചിട്ടുള്ള മതിലല്ല, കല്ലുകൾ ജസ്റ്റ് ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുള്ള ഒരു മതിൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്ത് റീസൺ ആണെന്ന് അറിയത്തില്ല, പക്ഷേ എപ്പോഴും എന്താക്കുന്നുണ്ട്, ഈ മതിലിലുള്ള കല്ലുകളെല്ലാം ഇങ്ങനെ ഇളകി രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിലത്ത് കിടക്കുന്നുണ്ട്. ഇത് ഈ പോയറ്റ് നെയ്ബറും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, വാളിന് ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തോ ഒന്ന് ഈ നേച്ചറിൽ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. അപ്പോൾ എന്തായിക്കോട്ടെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതുപോലെ വലിയ വലിയ കല്ലുകളാണ്, അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നിലത്ത് വീണ് കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീണ് കിടക്കുമ്പോൾ എന്താക്കും, ഈ മതിലിനിടയിൽ കൂടെ വിള്ളലുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൂടെ രണ്ടു പേർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയത്തില്ല. ഓക്കെ, ഇതാരും കേട്ടിട്ടുമില്ല, കണ്ടതുമില്ല. ഓക്കെ, ഇത് എങ്ങനെ മീൻസ് ഈ മതിൽ എങ്ങനെ ഇത്തരത്തിൽ പൊളിഞ്ഞു പോയി എന്നുള്ളത് എന്താണ് ആർക്കും അറിയത്തില്ല. മീൻസ് എന്ത് സംഭവിച്ചിട്ടാണ് മതിൽ ഇത്തരത്തിൽ പൊളിഞ്ഞു പോയെന്നുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷേ നോക്കൂ, സ്പ്രിംഗ് സീസൺ ആകുന്ന സമയത്താണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? അതിലിങ്ങനെ കേടായിട്ട് മീൻസ് കല്ലുകളൊക്കെ ഇളകി നിൽക്കുന്നത്. അപ്പോൾ അന്നേരം എന്താ ചെയ്യുക? നമ്മുടെ പോയറ്റ് നെയ്ബറിൻ്റെ അടുത്ത് പോകും. ഓക്കെ, നെയ്ബറിൻ്റെ വീട്ടിൽ പോയിട്ട് നെയ്ബർ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കുന്നിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ കുന്നൊക്കെ കയറി ഇറങ്ങി നെയ്ബറിൻ്റെ അടുത്ത് പോയിട്ട് പറയും എന്താക്കണം, ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്യും. നമുക്ക് ഈ ഒരു മതിൽ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ഫിക്സ് ചെയ്ത് ആ ഒരു ഡേറ്റിൽ വന്നിട്ട് ഇവരുടെ മതിൽ ഇതാകണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ ഇവരെന്ത് ചെയ്യും, വീണ്ടും അത് പഴയ രീതിയിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പം പോയറ്റ് ആണെങ്കിൽ പോയറ്റിൻ്റെ എന്താ പറയുക, ആ ഒരു വസ്തുവിൻ്റെ മേലെ വീണ് കിടക്കുന്ന റോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. നെയ്ബർ ആണെങ്കിൽ അതുപോലെ നേരെ തിരിച്ചും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ റിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അതായത് ഞങ്ങൾക്ക് ചില എന്താ പറയുക മാജിക്കുകൾ, സ്പെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാജിക്കാണ്, മാജിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും ഇതിനെ ബാലൻസ് ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഈ കല്ലുകൾ എപ്പോഴും എന്താക്കുന്നുണ്ട്, ഇങ്ങനെ ഇളകി വീഴാറല്ലേ പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാജിക്ക് ചെയ്യേണ്ടി വരും ഇത്തരത്തിൽ ഇതിനൊന്ന് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കല്ലുകളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് ബോൾസ് ഷേപ്പിലുള്ള കല്ലുകളുണ്ട്, അല്ലെങ്കിൽ ഈ സ്ക്വയർ ഷേപ്പിലുള്ള, അങ്ങനെ പല തരത്തിലുള്ള കല്ലുകളാണ് ഉള്ളത്. ഓക്കെ, ദെൻ എവിടെ ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേ വെയർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഓക്കെ, അതായത് എന്താ പറയുന്നത്, കല്ലുകളോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്, ഞങ്ങൾ തിരിച്ചു പോകുന്നവരേക്കെങ്കിലും നീ എന്താണ് എവിടെയാണോ വച്ചത് അവിടെ തന്നെ മിണ്ടാണ്ടിരിക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, കോട്ട് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ കല്ല് എന്താണ് ഇങ്ങനെ വെച്ച് എന്താക്കുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര റഫായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുമ്പോൾ പോയറ്റ് ഉണ്ട്, പോയറ്റിൻ്റെ നെയ്ബർ ഉണ്ട്. ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും വസ്തുവിൻ്റെ ഇടയിലായിട്ട് ഒരു മതിലുണ്ട്. ആ മതിൽ എല്ലാ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇളകി വീഴുന്നുണ്ട്, കല്ലുകളെല്ലാം മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മതിലിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ പോയിട്ട് എന്താണ് നെയ്ബറിൻ്റെ അടുത്ത് പോയി ഇവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ വന്ന് രണ്ട് സൈഡിലും വീണ് കിടക്കുന്ന കല്ലുകളെല്ലാം എടുത്ത് എന്ത് ചെയ്യും, ഇവർ വീണ്ടും അടുക്കി പറക്കി വെക്കും. ഓക്കെ, ദെൻ അവിടെ ഒരു മേജിക്ക് ചെയ്യും പോലെയാണ് ചെയ്യേണ്ടത്. എന്താണ്, ഞങ്ങളൊന്ന് തിരിച്ച് പോകുന്നവരേക്കെങ്കിലും നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കൂ എന്ന് ഈ കല്ലുകളോട് പറയേണ്ടി വരും. അത്തരത്തിൽ ജസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇതിങ്ങനെ ഇളകി വീഴുന്നുണ്ട്, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അറിയത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കവിക്ക് തോന്നുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് കളിക്കുന്ന ഒരു ഗെയിം പോലെയൊക്കെയാണ് കവിക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളിലോട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം.
It comes to little more. There where it is, we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines, I tell him. He only says, good fences make ഗുഡ് നെയ്ബേഴ്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈൻസ്. അതായത് നമ്മുടെ ഇനിയാണ് ആ പോയറ്റ് എന്താണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന തീം എന്താണോ അതാണ് ഇനി പറയുന്നത് കേട്ടോ. പോയറ്റ് പറയാണ്, മീൻസ് റോബർട്ട് ഫ്രോസ്റ്റ് പറയാണ്, എൻ്റെ വസ്തുമേൽ എന്താണുള്ളത്, എനിക്ക് ഉള്ളത് ആപ്പിൾ ഓർച്ചാർഡാണ്. എൻ്റെ നെയ്ബറിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്താ നിൽക്കുന്നത്, മൊത്തത്തിൽ പൈൻ ട്രീസ് ആണ് അവിടെ നിൽക്കുന്നത്, എനിക്ക് ഇവിടെ ആപ്പിൾ ഓർച്ചാർഡാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എൻ്റെ ആപ്പിൾ മരങ്ങളൊന്നും ഒരിക്കലും ഈ എന്താണ് പറയുക, ഈ വസ്തു വിട്ട് നടന്ന് അപ്പുറത്തെ നെയ്ബറിൻ്റെ വസ്തുവിൽ പോയിട്ട് അയാളുടെ പൈൻസിനെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല അല്ലേ, അല്ലെങ്കിൽ ആ പൈൻസിനെ ഒന്നും നശിപ്പിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു വാളിൻ്റെ ആവശ്യമുണ്ടോ, ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ പോയറ്റ് ചോദിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് പോയറ്റിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളത് എന്താണ്, അതെ ആപ്പിൾ ട്രീസ് ആണ് വരുന്നത്. ആൻഡ് നെയ്ബറിൻ്റെ വസ്തുമേലുള്ളത് എന്താണ്, യെസ് പൈൻ ട്രീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൾ ട്രീസ് ഒരിക്കലും നടന്ന് അപ്പുറത്ത് പോയിട്ട് പൈൻ ട്രീസിനൊന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് വാൾ, വെറുതെ എന്തിനാണ് ഒരു മതിലിൻ്റെ ആവശ്യം ഇതിനിടയിൽ എന്നാണ് നമ്മുടെ ആര് ചോദിക്കുന്നത്, പോയറ്റ് നെയ്ബറിനോട് ചോദിക്കുന്നത്. അപ്പോൾ അന്നേരം നെയ്ബർ എന്താ പറയുക, he only says good fences make good neighbors. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈൻ. പലതവണ എന്താക്കുന്നുണ്ട്, എലാബറേറ്റ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലൈൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് ഫെൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മതിലുകളാണ് കേട്ടോ. നല്ല മതിലുകളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് എന്നാണ് നമ്മുടെ നെയ്ബർ പറയുന്നത്. ഓക്കെ, ആ ഒരു ലൈനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. നമുക്കറിയാം അതിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് പറഞ്ഞു വരാം. കാരണം ആ ഒരു പോയിന്റ് കൂടി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പോൾ എത്ര നല്ലൊരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മൾ എത്ര മീൻസ് അത്രയും നമ്മൾ അത്രയും തിക്കായിട്ടുള്ള ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ വയ്ക്കുക. ഓക്കെ, പക്ഷേ എന്നും പറഞ്ഞ് എത്ര സ്നേഹമുള്ളവരായിക്കോട്ടെ കെയർ ഉള്ളവരായിക്കോട്ടെ ഇവരുടെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വച്ചിരിക്കണം അല്ലേ. ആരടുത്തായാലും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. കാരണം കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളിലോട്ടായിരിക്കും നയിക്കുന്നുണ്ടാവുക. മനസ്സിലായി? അപ്പോൾ ആ ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ഹ്യൂമൻ ബീങ് റിലേഷൻഷിപ്സ് എടുത്ത് നോക്കിയാലും അവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു മിനിമലായിട്ട് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് പിന്നീട് വേറെ വലിയ ഇഷ്യൂസിലോട്ടായിരിക്കും പോയി ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് അല്ലേ. നല്ല മതിലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അയൽക്കാരും ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് Spring is the mischief in me and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. അതായത് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സ്പ്രിംഗ് സീസണിലാണ് ഈ മതിൽ എന്ത് ചെയ്യുന്നത്, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് മൊത്തത്തിലൊരു കുസൃതിതരം നിറഞ്ഞ രീതിയിലുള്ള ഒരു സീസണായിട്ടൊക്കെ ഇദ്ദേഹത്തിന് തോന്നുകയാണ് നമ്മുടെ കവിക്ക്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് നെയ്ബറിനോട്, നമുക്ക് പശുക്കളൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അല്ലെ, അതുകൊണ്ട് തന്നെ ഈ മതിലിൻ്റെ ആവശ്യം എന്തിനാണ് എന്നൊക്കെയാണ് വീണ്ടും നമ്മുടെ പോയറ്റ് ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത്. ഓക്കെ, ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട് ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗീവ് ഓഫൻസ്. അപ്പോൾ ഈ ഓരോ തവണ ഈ മതിലിങ്ങനെ കെട്ടുമ്പോഴും പോയറ്റ് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ പോയറ്റ് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ മതിലിനുള്ളിലാക്കുന്നത്, എന്താണ് മതിലിന് പുറത്താക്കുന്നത് എന്താണ് പോയറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മതിലെല്ലായ്പ്പോഴും ഈ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് മേ ബി എൽഫ്സുകളായിരിക്കാൻ ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഒരു പൈശാചിക ശക്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഫോഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ മതിലിനെ പൊളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മീൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തി ആയിരിക്കാം, കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അൺസീൻ ഫോഴ്സ് ആയിരിക്കാം ഇത്തരത്തിൽ മതിലിനെ പൊളിക്കുന്നത് എന്നൊക്കെ നമ്മുടെ പോയറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സോ ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്, അതിന് മുന്നേ ഐ സീ ഹിം ദെയർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് as it seems to me not of woods only and the shade of trees
he will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മതിലൊക്കെ റിപ്പയർ ചെയ്തതിന് ശേഷം വലിയ ഒരു കല്ലും എടുത്തുകൊണ്ട് നെയ്ബർ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട്ട്, മീൻസ് പ്ലേസിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ തോന്നുന്നത്, ഒരു എന്താ പറയുക, അദ്ദേഹം ഇങ്ങനെ വലിയ ഒരു കല്ലും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ഇൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. അപ്പോൾ ഈ പുരാതന മനുഷ്യന്മാരൊക്കെ ഇത്തരത്തിൽ എന്താ പറയുക പോകുന്ന പോലെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് അത് ആ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ കവിക്ക് തോന്നുന്നത്. നെയ്ബർ ഇത്തരത്തിലൊരു കല്ലും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്, നമ്മുടെ സ്റ്റോൺ ഏജിലെ മനുഷ്യന്മാരെയാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. മീൻസ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കല്ലും കൊണ്ട് ആ നെയ്ബർ ഡാർക്ക്നെസ്സിലോട്ട് മറഞ്ഞുപോയി, അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിലോട്ട്, മീൻസ് അദ്ദേഹം മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ പോയറ്റിന് ഈ ഒരു മതിൽ എവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഓക്കെ, മീൻസ് അദ്ദേഹം ചോദിക്കുന്നത് ഈ നെയ്ബറും പോയറ്റിനും ഇടയിൽ, മീൻസ് നമുക്ക് തമ്മിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വാൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ള നിലപാടാണ് പോയറ്റ് പറയുന്നത്. പക്ഷെ അന്നേരമെല്ലാം നെയ്ബർ അതിന് ഒപ്പോസ് ചെയ്ത് പറയുന്ന കാര്യമാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളൊരു കാര്യം. മീൻസ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ആര് പറയുന്നത്, നെയ്ബർ പറയുന്നത്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു തീമാണ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നെയ്ബർഹുഡ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. ഓക്കെ, അതായത് ഏതൊരു റിലേഷനിലും നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക, അതായിരിക്കും നല്ല രീതിയിലൊരു ഹെൽത്തി ഫ്യൂച്ചറിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.